പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് ഇന്ന് അങ്ങനെ അവസാനമായിരിക്കുകയാണ് വിജയകുമാർ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്തിയ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അവസാന ദിവസം പാർലമെന്റിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. സഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ചലോ സംസദ് മാർച്ചിലെ അതിക്രമം ചർച്ച ചെയ്യണമെന്ന ആവശ്യം, പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. സുപ്രധാനമായ പല ബില്ലുകളും ചർച്ച കൂടാതെ പാർലമെന്റ് പാസാക്കി. ആദായനികുതി ഭേദഗതി ബില്ലും ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലും കേരള ബില്ലുമെല്ലാം അതിൽപ്പെടും. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യമായിരുന്നു ഈ സഭാ സമ്മേളനത്തിലെ ഏറ്റവും വലിയ ചർച്ച. Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign because he is culpable. And if he did not, he should resign because he is incompetent. CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിൽ ലാത്തിചാർജായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആയുധം. ആഭ്യന്തരമന്ത്രി സഭയിലെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചുനിന്നു. എല്ലാം വിശദമായി സംസാരിക്കാമെന്ന ഉറപ്പും നൽകി. പക്ഷേ അവസാന ദിവസവും ഒന്നും നടന്നില്ല. ചോദ്യോത്തരവേളയോ പ്രമേയാവതരണമോ ഇല്ലാതെ പോയ സമ്മേളനം. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് നിർണായകമാവേണ്ടിയിരുന്ന വർഷകാല സമ്മേളനം പൂർണ്ണമായും ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് ടിവി. ജോഷകുര്യൻ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവസാന ദിവസമെത്തി. പക്ഷേ അവസാന ദിവസവും കാര്യമായൊന്നും നടക്കുന്നില്ല. സഭ സ്തംഭിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സുജയസ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നല്ലേ അറിയപ്പെടുന്നത് നമ്മുടെ പാർലമെന്റ് മന്ദിരങ്ങൾ. പക്ഷെ അവിടെ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? ഒരു വർഷകാല സമ്മേളനത്തിൽ ഇങ്ങനെ ബഹളം, കാര്യമായി ഒന്നും നടക്കാതെ പോകുന്നു, കാര്യമായ ചർച്ചകൾ നടക്കാതെ പോകുന്നു, ഇങ്ങനെയാണോ നടക്കേണ്ടതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധിയിലാണ് ഇക്കാര്യത്തിൽ വലിയ സംശയം നമുക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസും രാഹുൽ ഗാന്ധി തുടക്കം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത് അമിത്ഷാ എവിടെ, പ്രധാനമന്ത്രി എവിടെ, നിങ്ങൾ എന്തുകൊണ്ട് അയോധ്യ സംഭാവനക്കൊള്ളയിൽ CJP പ്രൊട്ടസ്റ്റിലൊന്നും മറുപടി പറയുന്നില്ല എന്നായിരുന്നല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്. അമിത്ഷാ പിന്നീട് ഇന്നലെ തന്നെ അറിയിച്ചല്ലോ ഈ പറയുന്ന കിരൺ റിജ്ജു വഴി താൻ ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്ന്. പക്ഷെ അതിനുശേഷവും ഇന്ന് വന്നപ്പോൾ ആ മറുപടി വേണ്ട എന്ന നിലപാടിലേക്കാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും സംശയം വരുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഈ പറയുന്ന അമിത്ഷായുടെ മറുപടിയാണോ, അതോ വെറുതെ പാർലമെന്റ് സ്തംഭിപ്പിക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നോ ഇത്രയും ദിവസം? വിജയകുമാർ, നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട ഒരു വേദി വെറും രാഷ്ട്രീയ നാടകത്തിന്റെ വേദി മാത്രമായി മാറുന്നത് ജനങ്ങൾ നോക്കി നിൽക്കേണ്ടതുണ്ടോ? സുജയ, എൻ്റെ ഒരു കണക്കുണ്ട്. അതായത് ആകെ സമ്മേളിച്ചത് മൺസൂൺ സെഷനിലെ ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെയാണ്. അതിൽ ലോക്സഭ 15 മണിക്കൂർ 36 മിനിറ്റാണ് ആകെ സമ്മേളിച്ചത്. രാജ്യസഭ 24 മണിക്കൂർ 21 മിനിറ്റ്. നോക്കൂ, എത്ര ലജ്ജാകരമാണ് നമ്മളുടെ നിയമനിർമ്മാണ സഭകളുടെ ഈ അവസ്ഥ. 15 മണിക്കൂറും 24 മണിക്കൂറും ഒരു ദിവസം എന്നൊക്കെയാണ് നമ്മളുടെ കണക്ക്. ഇങ്ങനെയാണോ നിയമനിർമ്മാണ സഭകൾ പ്രവർത്തിക്കേണ്ടത്? ഇതിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷം തുടർച്ചയായി ഗോൾ പോസ്റ്റ് മാറ്റുകയായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആദ്യം ജന്തർ മന്ദിർ, പിന്നീട് അയോധ്യ, വീണ്ടും ജന്തർ മന്ദിർ, വീണ്ടും അയോധ്യ. അങ്ങനെ കാര്യങ്ങൾ മാറ്റി ചോദിക്കുന്ന പറയുന്ന സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതും ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. മൺസൂൺ സെഷനിൽ മാത്രം തടസ്സപ്പെട്ട സഭാ സമ്മേളനത്തിലെ മിനിറ്റുകൾ നമ്മൾ എണ്ണി നോക്കിയാൽ അത് കൃത്യമായി പറഞ്ഞാൽ 7023 മിനിറ്റാണ്. അത്രയും നഷ്ടമായിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു മിനിറ്റിലെ പ്രവർത്തന ചെലവ് എത്രയാണെന്നറിയാമോ? 2.5 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് 1.5 കോടി രൂപ. 2026 ഈ നടപ്പ് വർഷകാല സമ്മേളനത്തിൽ, ഇന്ന് വരെയുള്ള സമ്മേളനത്തിൽ 7023 മിനിറ്റുകൾ തടസ്സപ്പെടുമ്പോൾ, നഷ്ടമാകുമ്പോൾ പൊതുജനങ്ങളുടെ 175.6 കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പ്രതിപക്ഷത്തിനുമുണ്ട്, ഭരണപക്ഷത്തിനുമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരാണ് ലോക്സഭയിൽ ഇരിക്കുന്നത്. രാജ്യസഭയിലേക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ആളുകളാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇതിന് മറുപടി പറയണം. കേരളത്തിലെ 20 എംപിമാരും രാജ്യസഭാ എംപിമാരും മറുപടി പറയണം. അവിടെ പോയി ബഹളം വെച്ച് കളയാനുള്ളതല്ല ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട, നിങ്ങളെ അവിടെ നിയോഗിച്ച ആ ഒരു ഉത്തരവാദിത്തത്തിനായി ചെലവാക്കുന്ന തുക. അതാണ് എനിക്ക് പറയാനുള്ളത് വിജയകുമാർ. അപ്പോൾ സുജിയ, ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യം ഏതൊക്കെയാണ്? ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പാർലമെന്റ് സമ്മേളനം ഒരു നടപടിയുമില്ലാതെ പിരിയുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന് ആരാണ് ഉത്തരവാദി? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ സന്നിഹിതരായിരുന്നിട്ടും അവസാന ദിവസം കാര്യമായ നടപടികളൊന്നും നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. Big TV, without fear or favor.